സംസ്ഥാനത്ത് ജനകീയ നിലപാടുകൾ കൊണ്ടും മികച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ പഞ്ചായത്തിൽ ഭരണസമിതി നടപ്പാക്കിയ പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാനത്തിനാകെ മാതൃകയായിരുന്നു. അപ്പോൾ നമുക്ക് പഞ്ചായത്തിലെ കാഴ്ചകൾ കാണാം. ആശാവർക്കർമാരെ സഹായിക്കാൻ സംസ്ഥാനത്ത് ആദ്യമായി ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്താണ്. കോളനികളുടെ പേര് മാറ്റാനുള്ള സർക്കാർ തീരുമാനത്തിന് 2 വർഷം മുമ്പേ തന്നെ പേരുമാറ്റം നടപ്പിലാക്കിയതും ഈ പഞ്ചായത്ത് തന്നെ. ഇങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ മാതൃകയാക്കാവുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഈ പഞ്ചായത്ത് എന്നും മുന്നിലാണ്. മാറ്റങ്ങൾക്കൊപ്പമല്ല, എന്നും മാറ്റങ്ങൾക്ക് മുന്നേ നടക്കുന്ന പഞ്ചായത്താണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത്. കോളനി എന്ന പദം മാറ്റുന്നതിനുള്ള സർക്കാർ ഉത്തരവ് പുറത്തുവരുമ്പോൾ പെരുവയൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അതിൽ പുതുമയൊന്നും തോന്നിയില്ല. കാരണം ഈ മാറ്റത്തിന് മുന്നേ നടന്നവർ ഇവരായിരുന്നു. കോളനി എന്ന പേരിൽ അരികുവൽക്കരണത്തിന്റെ ധ്വനിയുണ്ടെന്നും കോളനിക്കാർ എന്ന വിളി മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതാണെന്നും മനസ്സിലാക്കി ഇവർ ആ പേരങ്ങ് മാറ്റി. 3 വർഷം മുൻപാണ് പൂവാട്ടുപറമ്പ് കളരിപ്പുറായിൽ ലക്ഷ്മീട് കോളനി പേരുമാറ്റി റോസ് വില്ലയായത്. പേരിലെ മാറ്റം സമൂഹത്തിനിടയിൽ തങ്ങളോടുള്ള കാഴ്ചപ്പാടിലും അപകർഷതാബോധത്തിലും വലിയ മാറ്റം വരുത്തിയതായി ഇവർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വരാതെ തന്നെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കുന്ന സമ്പൂർണ്ണ ഓൺലൈൻ സേവന സംവിധാനത്തിലേക്കും പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ചുവടുമാറ്റി. ജില്ലയിൽ ഇത്തരത്തിൽ സൗകര്യമൊരുക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് പെരുവയൽ. പഞ്ചായത്തിലെ മുഴുവൻ സേവനങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് ക്രമീകരിക്കുന്ന ഇൻഫോർമേഷൻ കേരള മിഷന്റെ ഇന്റലിജന്റ് ഇ-ഗവൺ സംവിധാനത്തിലാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടത്. പിന്നാലെ കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെയും പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയിരുന്നു. നികുതി വർധന കാരണം സംസ്ഥാനത്ത് സാധാരണക്കാർ നട്ടം തിരിയുന്ന സാഹചര്യത്തിലായിരുന്നു പെരുവയൽ പഞ്ചായത്തിന്റെ ജനകീയ തീരുമാനമുണ്ടായത്. പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 2 ലക്ഷം വീട് കോളനികൾ ഉണ്ടായിരുന്നതിൽ അതിൽ കളരിപ്പുറായിൽ കോളനി ആദ്യം തന്നെ 2 വർഷം മുന്നേ തന്നെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി അതിനെ റോസ് വില്ല എന്ന പേര് നാമകരണം ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു സംവിധാനത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ കോളനികളുടെയൊക്കെ തന്നെ പേരുകൾ കോളനി എന്ന പേരുകൾ മാറ്റി മറ്റുള്ള പേരുകളിലെ ഉന്നതി എന്ന പേരിലേക്ക് നാമകരണം ചെയ്യപ്പെടണം എന്നുള്ള സർക്കുലറെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ആശാവർക്കർമാരെ സഹായിക്കാൻ സംസ്ഥാനത്ത് ആദ്യമായി ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് പെരുവയൽ പഞ്ചായത്താണ്. ആശമാർക്ക് സർക്കാരിന്റെ ധനസഹായം ലഭിക്കുന്നതുവരെ മാസത്തിൽ 2000 രൂപ അധിക വേതനം നൽകുന്ന പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. നമുക്ക് ലഭിക്കുന്ന പദ്ധതികൾ, വാർഷിക പദ്ധതികളായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടായാലും ഒക്കെ 100% ചെലവഴിച്ച് മുന്നോട്ട് പോയി. വാർഷിക പദ്ധതികൾ സംസ്ഥാനത്തും ജില്ലയിലും ഒന്നാമതെത്തിയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പെരുവയൽ. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ റോഡുകൾ, അതുപോലെ കുടിവെള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് യുവജനങ്ങളുടെയും അതുപോലെ മറ്റ് സാധാരണക്കാരുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളെക്കൊണ്ട് ഇതുവരെ നടന്നിട്ടുള്ളത്. കർഷകർക്കായി ഇറിഗേഷൻ പദ്ധതി, ബഡ് സ്കൂൾ നിർമ്മാണം, വയോജനക്ഷേമ പദ്ധതികൾ, വയോജന പാർക്ക്, വനിതാ സംരംഭങ്ങൾ, പഞ്ചായത്തിലെ അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടം എന്നിങ്ങനെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ തിളങ്ങുകയാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.